ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. എന്നും തലേ ദിവസം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇടും മുറ്റമൊക്കെ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ അഴുക്കായി കിടക്കുന്നത് കാണാം. ഇത് കണ്ടില്ലേ? ഇത് ഇവിടുത്തെ എൻ്റെ മോനാണെങ്കിൽ ഇപ്പം മീൻ വളർത്തലാണ് പ്രധാന ജോലിയായിട്ടിരിക്കുകയാണ്. ഭയങ്കര കെയർ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് സ്കൂളിൽ പോകും. എന്നോട് പറഞ്ഞിട്ട് പോകും, അമ്മയെ കറക്റ്റ് ഫുഡ് കൊടുത്തേക്കണമെന്ന് പറഞ്ഞിട്ട് പോകും. അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ മോന്. ഞാനും അമ്മയൊക്കെ രാവിലെ മക്കൾ സ്കൂളിൽ പോയപ്പോൾ ഇവിടുത്തെ ജോലി കാര്യങ്ങളിലിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അമ്മയാണിത്. എത്ര പറഞ്ഞാലും കേൾക്കാത്തൊരമ്മ. കാരണം എന്ന് പറഞ്ഞാൽ ജോലി 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 ഏതോ ഒരു ജോലി കണ്ടുപിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കും. കാരണം പ്രായമായാൽ കൂടെ അവർക്കൊക്കെ ജോലി ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. പക്ഷെ നമ്മൾക്കൊക്കെ ഒരു ചോറും കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേ ടയേർഡായി ക്ഷീണിച്ച് വയ്യ അവിടെ കാണാൻ പോയി കുത്തിയിരിക്കുന്നൊരു ഇത് നമ്മൾ കാണുന്നത് സാധാരണയായിട്ട്. അപ്പം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാലേ, മക്കളൊക്കെ സ്കൂളിൽ പോയി ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ എത്രയോ ജോലികളാണുള്ളത് സത്യത്തിൽ. വീട് തൂക്കലും അതുപോലെ തുടയ്ക്കലും എത്ര തുണി കഴുകുക, അങ്ങനെ പല പല ജോലികളുണ്ട്. പക്ഷേ എല്ലാവർക്കും നമ്മളെ ഒന്ന് മാനിക്കാനോ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് എന്ന് പറയുമ്പം ഏതോ ഒരു പുച്ഛത്തോടു കൂടിയൊക്കെയാണ് ചില ആൾക്കാർ. കാരണം എന്താണ് ജോലിയൊന്നും ഇല്ലേ? ഓ, ഹൗസ് വൈഫാണോ? അപ്പോൾ അങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റിൽ എഴുതുമ്പോഴായാലും അച്ഛൻ എന്താണ് ജോലി, അമ്മയ്ക്ക് എന്താണ് ജോലി, ഹൗസ് വൈഫ്. അത് ഏതോ ഒരു ഇതായിട്ടാണ് ആൾക്കാർ കാണുന്നത്. പക്ഷേ നമ്മൾക്ക് എന്തുമാത്രം ജോലിയാണ് സാധാരണ എല്ലാ വീട്ടമ്മമാരും അനുഭവിക്കുന്ന ഒരിതാണ്. ഓരോരുത്തരുടെയും വീടുകളിൽ ഭർത്താക്കന്മാരായാലും മക്കളായാലും അവരവരുടെ ജോലികൾക്കായിട്ട് അവർ പോയി കഴിയുമ്പോൾ ആ വീട് മൊത്തവും പഴയതുപോലെ ആക്കിയെടുക്കുന്ന ആരാണ്? ആ അമ്മയല്ലേ. അതാരും ചിന്തിക്കുന്നില്ല സത്യം പറയാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള റോഡാണ്. ഞങ്ങൾക്ക് 2 സൈഡ് റോഡുകളുണ്ട്. ഇത് ഞങ്ങളുടെ ബാക്ക് സൈഡായിട്ടുള്ള റോഡാണ്. അപ്പം റോഡ് സൈഡിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെയാണ് കാണിച്ചത്, റോഡുകളുമൊക്കെ. അങ്ങനെ ഞാനിപ്പം ഇങ്ങനെ ഓർത്തപ്പോഴേ, ദിവസം നമ്മൾ ഓരോരോ ജോലി ചെയ്യും, നമ്മളത് ചിന്തിക്കുന്നതേ ഇല്ല സത്യത്തിലില്ലേ. നമ്മളത് റൊട്ടീൻ പോലെ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, മക്കൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു, ഭർത്താവിനെ ജോലിക്ക് വിടുന്നു. പിന്നെ നമ്മൾ നമ്മുടേതായ ജോലികൾ റൊട്ടീനായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴെങ്കിലും നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മൾക്കായിട്ട് നമ്മൾ കണ്ടെത്തണം. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പ്രശംസിക്കാനും നമ്മളുടെ സൗന്ദര്യം നമ്മളായിട്ട് ആസ്വദിക്കാനും ഒക്കെ കുറേ സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള നട്ട് വളർത്തിയ പച്ചമുളകാണ്. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ചമ്മന്തി അരച്ച് നല്ല ടേസ്റ്റ്. കാരണം ഒറിജിനാലിറ്റി ഉള്ള പച്ചമുളക്. അങ്ങനെ ഞങ്ങളുടെ ജോലികളൊക്കെ തീർത്തു. ഞങ്ങൾ എന്നിട്ട് കാപ്പിക്കായിട്ട് പച്ചമുളകെല്ലാം കൊണ്ടുപോയിട്ട് ചമ്മന്തി അരച്ചു. എന്നിട്ട് ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കാപ്പി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. താങ്ക് യു.